ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ഈ തിരുവചന ഭാഗത്ത് കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് തിരിച്ചറിയണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അന്തരീക്ഷത്തിൻ്റെ ഭാവവ്യതിയാനങ്ങൾ കണ്ടിട്ട് എല്ലാ കാലത്തും ജനങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മിടുക്കരാണ്. കാർമേഘം ഇരുണ്ടുകൂടുമ്പോൾ ഉടനെ മഴയുണ്ടാകുമെന്ന്, കാർമേഘം വിട്ട് അന്തരീക്ഷം കാണുമ്പോൾ ഇന്ന് മഴയുണ്ടാകില്ലെന്ന്, അല്പം കൂടെ വൈദഗ്ധ്യമുള്ളവർ ആകാശത്തിലെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ചുകൂടെ കൃത്യമായ നിഗമനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാറുണ്ട്. യേശുനാഥൻ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൻ്റെ സൂചനകൾ പഠിച്ചുകൊണ്ട് ക്രിസ്തു രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നവരാകണം എന്നാണ്. അതിനെ തുടർന്നുള്ള ഭാഗത്താണ് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ഈ പുളിമാവ് എന്നുള്ള പ്രയോഗമൊക്കെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നതിനും അപ്പുറത്തായിരുന്നു. എങ്കിലും കൃത്യമായി ഈശോ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ പുളിമാവ് പോലെ യഥാർത്ഥ പ്രബോധനങ്ങളുടെ ഇടയിൽ ഈ ഫരിസേയരും നിയമജ്ഞരും കൊളുത്തിവെക്കുന്ന അല്ലെങ്കിൽ തൂകിയിടുന്ന ചെറിയ വിഷവിത്തുകൾ, ചില തുള്ളികൾ, അത് വിശ്വാസ ജീവിതത്തെ നമ്മെ ഉലയ്ക്കുന്നതാകുമെന്നുള്ള സൂചന ഈശോ നൽകുകയാണ്. ഒപ്പം നമ്മളും പ്രബോധനത്തിൻ്റെ, നന്മയുടെ, പുണ്യത്തിൻ്റെ പുളിമാവുകളായി തീരണമെന്നുള്ള ഒരു സൂചന കൂടെ ഈശോ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എന്നത് പരമപ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവജനങ്ങളും മറ്റനേകരും ദേവാലയബദ്ധമായ ഒരു ജീവിത ശൈലിയിൽ നിന്ന് ഏറെ വിട്ടുനിൽക്കുന്നവരാണ്. പള്ളിയിൽ പോകണമെന്നോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നോ ദിവ്യാന്വേഷയെ സ്വീകരിക്കണമെന്നോ ഒന്നും അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഒരു ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ തോന്നുന്ന മനസ്സിൻ്റെ ഒരു അസ്വസ്ഥതയൊന്നും ഈ കൂട്ടർക്കുണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. പള്ളിയിൽ വന്നാൽ സജീവമായിട്ട് കുർബാനയിൽ പങ്കെടുത്തില്ല എങ്കിൽ അതൊരു കുറ്റബോധമായിട്ടൊന്നും അവരുടെ മനസ്സിലുണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ഇത് മാറിയ കാലഘട്ടത്തിൻ്റെ സൂചനയാണ്. രാസലഹരിയുടെയും മറ്റ് മയക്കുമരുന്നിൻ്റെയൊക്കെ സാധ്യതകളിലൂടെ ഈ മക്കൾ കടന്നു പോകുമ്പോൾ തിന്മ അവരെ വല്ലാണ്ട് പിടിച്ച് ഉലയ്ക്കുന്നുണ്ട്. ഈ മക്കളെ തല്ലിയും വഴക്കു പറഞ്ഞും ദേഷ്യപ്പെട്ടും തിരുത്താൻ നമുക്ക് സാധിക്കില്ല. അവരുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ്, അവരുടെ വേവ് ലെങ്ത് അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമുക്കവരെ നേടാനായിട്ട് സാധിക്കുക. യുവ വൈദികരും യുവ ആത്മീയ ശുശ്രൂഷകരുമൊക്കെ ഈ കൂട്ടരുമായിട്ട് കൂടുതൽ ഇടപഴകി അവരെ ചൈതന്യത്തോടെ സഭയോട് ചേർത്ത് നിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. കാലഘട്ടത്തിൻ്റെ സൂചനകൾ കണ്ട് പഠിക്കുക എന്നതാണ്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ചില മുദ്രാവാക്യങ്ങളുണ്ടല്ലോ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ കളി തീക്കളി ആകുമെന്ന്. അതുകൊണ്ട് ഈ സൂചനകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. സമൂഹത്തിലെ വിഷവിത്തുകളിൽ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തെ വിഷലിപ്തമാക്കാൻ പരിശ്രമിക്കുന്ന ദുഷ്ടതയുടെ കണ്ണികളെ തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കുവാനും, നന്മയുടെ കണികകൾ, തുള്ളികൾ ഈ ലോകത്തിലേക്ക് വിതറി അവിടെയൊക്കെ നന്മ വിരിയിക്കുവാൻ വേണ്ടിയിട്ട്, പുളിമാവിനെ പോലെ നന്മ വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ദൈവം തീർച്ചയായും വൻ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യും. അതുകൊണ്ട്
നാം വിളിക്കപ്പെട്ടവരാണെന്നും ബോധ്യത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നിലപാടുകൾ സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.